തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇറങ്ങുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ നില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 2ാം ഘട്ടമായി നടത്തിയ ഡയാലിസിസും പൂർത്തിയായിട്ടുണ്ട്. മരുന്നുകളോട് വി.എസ്. പ്രതികരിക്കുന്നു എന്നത് ആശാവഹമായാണ് ഡോക്ടർമാർ കാണുന്നത്. ഇപ്പോൾ മാനസ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മാനസ, ഇന്നിപ്പോൾ എപ്പോഴാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ? ശരത്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ രീതിയിൽ, അതായത് ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായും ആശ്വാസമായി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാ ദിവസവും 10:30-ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് 11:30-യോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാറുണ്ട്. അതായത് അതുവരെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനി ഏതൊക്കെ രീതിയിലുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ ദീർഘനേര ഡയാലിസിസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അത് പൂർത്തിയായിട്ടുണ്ട്. ശേഷം ഈ വെന്റിലേറ്റർ സപ്പോർട്ട് തുടരുകയാണ്. ഒപ്പം ആന്റിബയോട്ടിക്കും ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഈ മരുന്നുകളോട് പ്രതികരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത ഘട്ടം ചികിത്സയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും നൽകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ സംഘം വിലയിരുത്തി വരുന്നുണ്ട്. ഇനി ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടെയായിരിക്കും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ, അതായത് വി.എസിന്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ലഭ്യമാവുകയുള്ളൂ. ശരത്ത്.